നമസ്കാരം. ഇറാൻ വമ്പൻ സ്വർണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള വരണ്ട പ്രദേശങ്ങളിലായി നഗരത്തിന്റെ അധികം ശ്രദ്ധയിൽപ്പെടാത്ത ഷാദാൻ എന്ന സ്ഥലത്ത് അസാധാരണമാംവിധം വലിയൊരു സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ് ഇറാൻ അധികൃതർ. അതായത് ഏകദേശം 61 ലക്ഷം മെട്രിക് ടൺ സ്വർണ്ണ അയിര് ഇവിടെയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടെ ജനവാസം കുറഞ്ഞതും വാർത്തകളിൽ അധികം ഇടം പിടിക്കാത്തതുമായ ഈ പ്രദേശം ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ അയിരിൽ ഗണ്യമായ അളവിൽ സ്വർണമുണ്ട് എന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഖനനം, സംസ്കരണം, ഗതാഗത സൗകര്യങ്ങൾ എന്നിവയ്ക്കായി വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുന്നതിന് ഈ സ്ഥലം ഏറെ അനുയോജ്യമായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യമാണ് ഇറാൻ എന്ന് നമുക്കറിയാം. ഇത് ആഗോള ധനകാര്യ സംവിധാനങ്ങളുമായുള്ള ബന്ധം ദുഷ്കരമാക്കുകയും എണ്ണക്കയറ്റുമതി പരിമിതപ്പെടുത്തുകയും വ്യാവസായിക സഹകരണങ്ങൾ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സങ്കീർണമായ സാഹചര്യത്തിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഓരോ പുതിയ വിഭവവും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമാണ്. അത്തരം തടസ്സങ്ങളെ ഭാഗികമായി മറികടക്കാനുള്ള ഒരു മാർഗമായി രാജ്യത്തിന്റെ ഖനന മേഖല ഉയർന്നു വരികയാണ്. സ്വർണത്തിന്റെ ഭൗതിക സ്വഭാവവും പെട്ടെന്ന് പണമാക്കി മാറ്റാനുള്ള കഴിവും അതിനെ ഒരു സുരക്ഷിത ആസ്തിയായി തന്ത്രപ്രധാനമായ കരുതൽ ശേഖരമായും മാറ്റുകയാണ്. ചില ഉഭയകക്ഷി ഇടപാടുകളിൽ രഹസ്യമായ പണമിടപാട് മാർഗമായി ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഉപരോധങ്ങൾ കാരണം വിഭവങ്ങളെ പണമാക്കി മാറ്റുന്നത് കൂടുതൽ സങ്കീർണമാണ് എങ്കിലും അത് അസാധ്യമായ കാര്യമല്ല. സമാന്തര വ്യാപാര പാതകൾ, ഇടനിലക്കാർ വഴിയുള്ള വിൽപ്പന, പ്രാദേശിക കറൻസിയിലുള്ള ദേശീയ കരാറുകൾ എന്നിവ ഇതിനകം തന്നെ ഇറാനിയൻ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേസമയം ആഗോള സ്വർണ്ണ വിപണി ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുന്നതും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭീഷണിയും എല്ലാം സ്വർണ്ണ വിപണിയെ ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ ഒരു രാജ്യത്ത് സ്വർണത്തിന്റെ വൻ നിക്ഷേപം കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായും എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കു തിരിയും. എന്നിരുന്നാലും ഈ കണ്ടെത്തൽ പ്രധാനമായും ഒരു സാധ്യത മാത്രമാണ്. അതായത് സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച പ്രഖ്യാപനവും യഥാർത്ഥ ഉൽപാദനവും തമ്മിൽ സാധാരണയായി വർഷങ്ങളുടെ ഇടവേള എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടവേള ഉണ്ടാകാറുണ്ട്. എന്നാൽ അസ്ഥിരമായ ഒരു മേഖലയിൽ ഇത്രയും വലിയ വിഭവങ്ങൾ കണ്ടെത്തി എന്നത് തന്നെ വിപണിയെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. നിക്ഷേപകരുടെ മനോഭാവത്തിനനുസരിച്ച് സ്വർണ്ണവിലയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഖനനം ആരംഭിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന വലിയൊരു കണ്ടെത്തൽ പോലും വിപണിയിലെ പ്രതീക്ഷകളെ സ്വാധീനിച്ചേക്കാം. ഹ്രസ്വ കാലയളവിൽ ഇതിന്റെ പ്രഭാവം പ്രധാനമായും ലളിതമായിരിക്കും എന്നും ചില വിശകലന വിദഗ്ധർ കരുതുന്നു. എന്തായാലും ഉൽപാദനം തുടങ്ങിയ തീയതി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ഭാവിയിൽ കൂടുതൽ സ്വർണം ലഭ്യമാകുമെന്ന സാധ്യത വ്യാപാരികൾ കണക്കിലെടുക്കുന്നു എന്നതാണ് ഇതിനു കാരണം. ഖനന വിഭവങ്ങളുടെ കണക്കെടുപ്പ് ഘട്ടം ഘട്ടമായി നടക്കുന്ന ഭൗമശാസ്ത്ര പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് ഓരോ ഘട്ടത്തിലും ഫലങ്ങളുടെ കൃത്യതയിൽ വ്യത്യാസമുണ്ടാകാം. ഷാദാൻ മേഖലയിൽ ഖനനം സാധ്യമാക്കാൻ റോഡുകൾ, വിശ്വസനീയമായ വൈദ്യുതി വേണം, ധാതു സംസ്കരണ സൗകര്യങ്ങൾ ഉണ്ടാകണം, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വേണം. ഇവയെല്ലാം തന്നെ അത്യാവശ്യമാണ്. ഇവയ്ക്കെല്ലാം തന്നെ മൂലധനവും സാങ്കേതിക വിദ്യയും സമയവും കൂടെ അത്യാവശ്യമാണ്. എന്തായാലും സ്വർണ്ണ ഖനന പദ്ധതി വേഗത്തിലാക്കാൻ ഇറാൻ വിദേശ പങ്കാളികളെ തേടുമോ, അതോ കൂടുതൽ കാലതാമസം നേരിട്ടാലും സ്വതന്ത്രമായ വികസന രീതി തിരഞ്ഞെടുക്കുമോ എന്നതാണ് എല്ലാവരുടെയും ഉള്ളിലെ ഉയർന്ന മറ്റൊരു ചോദ്യം. എന്തായാലും പാശ്ചാത്യ ഉപരോധങ്ങളുടെ ഭീഷണി കുറവുള്ള രാജ്യങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സേവനങ്ങളോ ഉപകരണങ്ങളോ നൽകിക്കൊണ്ടോ ഭാവിയിലെ ഉൽപാദനം മുൻകൂട്ടി വാങ്ങാനുള്ള കരാറുകൾ ഏർപ്പെട്ടുകൊണ്ടോ ഈ പദ്ധതിയിൽ പങ്കാളികളാകാൻ സാധിച്ചേക്കും. ഇത്തരം ദീർഘകാല കരാറുകൾ ഖനനം നടത്തുന്ന രാജ്യത്തിന് പദ്ധതിയുടെ തുടക്കത്തിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നേടിക്കൊടുക്കാൻ പലപ്പോഴും സഹായിക്കാറുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് ഷാദാൻ ഖനിയിൽ നിന്നും അതിന്റെ പ്രവർത്തന കാലയളവിൽ കോടിക്കണക്കിന് $US മൂല്യമുള്ള സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എന്തായാലും സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന ഒരു രാജ്യത്തിന് ഇതൊരു വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കാണാം. ഇത്തരം വരുമാനം ഉപയോഗിച്ച് സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഊർജ്ജ സബ്സിഡികൾ, അടിസ്ഥാന സൗകര്യ വികസനം അല്ലെങ്കിൽ പ്രാദേശിക വ്യാവസായിക പദ്ധതികൾ എന്നിവ നടപ്പിലാക്കാനായി